ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ വീണ്ടും 9 ദിവസം, ഇത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ 10 ദിവസം ആവട്ടാം, അതിനുശേഷം ഒരു വ്ളോഗ് എടുത്തേക്കാണ്. അപ്പൊ ഇന്ന് വ്ളോഗ് എന്തുകൊണ്ട് എടുത്തു വെച്ച വേറെ ഒന്നല്ല, ഇന്ന് വിൻചാട്ടനും തേജുനും ഒക്കെ ലീവാണ്. അപ്പൊ എല്ലാവരും ഉള്ള കാരണമാണ് എനിക്ക് വ്ളോഗ് എടുക്കാൻ ഇൻട്രസ്റ്റ് തോന്നിയത് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ വ്ളോഗ് എടുക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഞാൻ അവരെല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ മുഖം ഒരു ചതിയായിട്ടിരിക്കണ്ടാവുക, കാരണം രാവിലെ എനിക്ക് നിൽക്കണ പോലെയല്ല കേട്ടോ. രാവിലെ എണിച്ച് നമ്മുടെ എന്താ പറയുക ചായയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഞാനിന്ന് നൂൽപുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയേക്കണത്, അതായത് നൂലപ്പം ഇടിയപ്പം എന്ന് പറയും. നമ്മൾ ഓർമ്മ ഉണ്ടോ ചേട്ടാ? വിൻചേട്ടൻ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാരും സപ്പോർട്ട് ഇതെന്തെങ്ങനെ പൊക്കി പിടിക്കണേ? അതല്ല ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, കൈതയുടെ കാരണേ ചേട്ടൻ ജിഷ്ണേട്ടനെ കാണുമ്പോ ഇടയ്ക്ക് വിളിച്ചപ്പാടാ എന്താടാ മാത്രല്ല കേട്ടോ, അത് എന്റെ മാലയാണ് കേട്ടോ. പിന്നെ എന്റെ മാലയാണ് കേട്ടോ. അതെന്താ വെച്ചാലേ ഞാൻ അന്ന് മറ്റേ ഡ്രസ്സ് ഇട്ടപ്പോ മിത്രേച്ചി പറഞ്ഞു ആ മാല മാറ്റി മാലയുടെ ചെറിയ മാല ഇട്, അപ്പോഴാണ് രസം. നീ പഴഞ്ചൻ ടൈപ്പിലേക്ക് പോവല്ലേ, ഇങ്ങനത്തെ മാലക്കിട്, എന്തായാലും ഗോൾഡ് അല്ല ഇത് ഇട്ടോ എന്ന് പറഞ്ഞു. പിന്നെ കുറെ പേര് ചോദിച്ചിട്ട് ഇൻസ്റ്റയില ചോദിച്ചത് എങ്ങനെയാ കൊളാബ് അല്ലാതെ നമ്മുടെ വിൻചേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എങ്ങനെ 22 ക്യാരറ്റോ 18 22 അല്ല, 22 പറഞ്ഞാൽ ഗോൾഡാണ്. അതെയോ? ഗോൾഡാണ് 80 ക്യാരറ്റ് ഗോൾഡ്. 22 ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും, 18 ആകുമ്പോ അങ്ങനെ പൊട്ടില്ല. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ എന്താ പറഞ്ഞേ? വേറെ ഒന്നുമല്ല, എന്റെ സപ്പോർട്ട് അയ്യോ സബ് ബെൽ ബട്ടൺ ഞെക്കുക. ഇതൊരു മാരിമുത്ത്, വിൻചേട്ടന്റെ പുതിയ പേര് ഗൈസ്, മാരിമുത്ത്. അത് കിട്ടാത്തവനെ കിട്ടുമ്പോഴുള്ള ഒരു പൊലി ഉണ്ടാവല്ലോ, അത്രേ ഉള്ളൂ. വേറെ ഈ സാധനങ്ങൾ ഊരി തരണം കേട്ടോ. പിന്നെ കുറച്ച് ദിവസം അടിക്കാൻ തരുന്നില്ല, പതിട്ടിട്ടാ നടക്കണത്. എല്ലാരും പറഞ്ഞു അടിപൊളിയാണ്, അതുകൊണ്ട് ഊരി തന്നോളെ താലിടേണ്ടതാ. അപ്പൊ അങ്ങനെ ഒരു ശിവന്റെ ഒരു ലോക്കറ്റ് ഉണ്ടാകുന്നത് മറ്റേ ഓം അമ്മേ. അങ്ങനെ അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ വിൻചേട്ടൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടാവും എനിക്ക് അറിയില്ല. ഇന്നലെ ഒരു പൊലിവിലാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിടുന്നത്. ചലഞ്ചിൽ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വോയിസ് കൊടുത്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, തന്നെ എഡിറ്റ് ചെയ്തു ഗൈസ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്റെ കമ്മലൊക്കെ ഉദിച്ചേക്ക. എനിക്കുണ്ടല്ലോ ഗോൾഡിന്റെ കമ്മല പറ്റുള്ളൂ. ഗോൾഡ് വെച്ചേക്ക് പെട്ടെന്ന് അലർജിയോ മറ്റേ ടൈപ്പ് കമ്മലൊക്കെ ഇട്ടാം, പെട്ടെന്ന് കാത് പഴുക്കൊക്കെ ചെയ്യും. അപ്പൊ ഇന്നലെ വീഡിയോ എടുക്കാൻ പോണ കാരണം ഞാൻ വേറെ കമ്മലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഇനി ഗോൾഡ് എടുത്തിടണം. അങ്ങനെ എനിക്ക് അടിച്ചോരി തുടക്കി അങ്ങനത്തെ വീട്ടിലത്തെ കഴിഞ്ഞു. ഉച്ചത്തെ ഒന്നും കഴിഞ്ഞിട്ടില്ല, രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുളിച്ചിട്ട് ചായ കുടിക്കണം, തേജുവിനെ ഏൽപ്പിക്കണം. ക്ലാസ്സില്ലാത്ത കാരണം എല്ലാവരും നേരം വൈകിട്ടാണ് വെച്ചേക്കണ്, ഞാനും അത് നേരം വൈകിട്ടാണ് വെച്ചേക്കണ്. അപ്പൊ ഇനി വേഗം കുളിച്ചിട്ട് ചായ കുടിക്കട്ടെ, കുളിച്ചിട്ട് വരാം, എന്നിട്ട് കാണാട്ടാ. തേജുവിനെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും കുറച്ച് വൃത്തിക്ക് കാണാം. അയ്യോ, എത്ര ദിവസം ഉണ്ടാവുന്ന ഒരു ഐഡിയ കേട്ടോ, എനിക്കറിയില്ല എത്ര ദിവസം ഉണ്ടാവുന്നത്. ഇനി ആ വിൻചേട്ടനോട് ചോദിക്കും, വിൻചേട്ടൻ എന്താ വീഡിയോ അകത്ത് എനിക്ക് ജോലി ഉണ്ട് തന്നെ പറയുള്ളൂ. സൈഡിൽ കൂടെ കൊണ്ടുപോകണം, ഞാൻ പറഞ്ഞു കൊണ്ടോന്ന്. അപ്പൊ ഇന്നലെ എന്താ വെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ കടയിൽ പോകുമ്പോ 1-2 ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ ഇറക്കിയേക്കണത്. വീഡിയോസ് ഉണ്ട് വിൻചേട്ടൻ, എന്റെ എടുക്കാത്ത ചില വീഡിയോസ് വിൻചേട്ടൻ എടുക്കും, പക്ഷെ ഞാനത് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ മറക്കും. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ അമ്മേന്റെ കൈ കടഞ്ഞു. അപ്പൊ എന്തായാലും വിൻചേട്ടനും കുളിക്കാൻ പോവാണ്. ഞാൻ തേജുവിനെ ഏൽപ്പിച്ചിട്ട് ഞാനും വേഗം കുളിച്ച് ചായ കുടിക്കട്ടെ. അതിന് മുന്നേ ഇന്നത്തെ നമ്മുടെ ചായയുടെ കടി എന്താന്ന് കാണിച്ചു തരേ. തേജു എണിച്ചിട്ടുണ്ട് കേട്ടാ, തേജു നീച്ചിട്ടുണ്ട്. തേജുവിന്റെ മുഖം ഒന്ന് കാണട്ടെ, തേജുവിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇനി തേജുവിന്റെ മുഖം ഒന്ന് കാണട്ടെ, എനിക്ക്. അപ്പൊ ഞാനിതേ മുട്ടക്കറി ഇട്ടോ, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, കെറ്റിലിൽ മുട്ട ഉണ്ട്, അതിനൊന്ന് പൊളിച്ച് ഇതിലേക്ക് ഇടണം. കറി ഇതാണ് കേട്ടാ. പിന്നെ അതേ നൂൽപ്പിട്ടൊരായിട്ടുണ്ട്, കാപ്പി ആക്കിയിട്ടുണ്ട്. എന്തായാലും പറയട്ടെ, നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നമ്മളിവിടെ, ഞാൻ ചെറുപ്പം തൊട്ടേ പറയണതും കേൾക്കണതാണ് നൂൽപുട്ട് എന്നാണ് കേട്ടോ നമ്മൾ പറയാ. ഇതിപ്പോ നമ്മൾ ഇന്നാള് കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് പോയിട്ട് രാവിലെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കായിരുന്നല്ലോ, ചായ കുടിക്കായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നപ്പം കഴിക്കാൻ എന്താ ഉള്ളു വെച്ചപ്പോ ഒരു പൂരി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ഭാഷയിലല്ലേ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നൂൽപുട്ട് മതി പറഞ്ഞു കേട്ടോ. നൂൽപുട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അവര് അതില്ല. ഞാനിങ്ങനെ അവിടെ ചില്ലുംകൂട്ടിൽ ഇങ്ങനെ വെച്ച് കണ്ടു. അപ്പോൾ നൂൽപുട്ട് മതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നൂൽപുട്ട് അതിവിടെ ഇല്ല പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അല്ല നൂൽപുട്ട് ഇവിടെ ഉണ്ട്, ഇത് അവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഊത്തപ്പോ
എന്തോ ഒരു അപ്പം വേറെ പറഞ്ഞു, എന്തോ ഒരു പേര് പറഞ്ഞു, അതാണ്. എന്നിട്ട് അവര് അവിടെ എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പോയിട്ടോ. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവര് ചിരിക്കുക, നൂൽപുട്ട് ചോദിച്ചു പറഞ്ഞിട്ട്. അപ്പൊ പല നാട്ടിലും പല ലാംഗ്വേജ്. അപ്പൊ ആ പേര് ഊത്തപ്പം, അങ്ങനെ ഊത്തപ്പം തന്നെ, ഊത്തപ്പല്ല, എന്താ ഇടിയപ്പം നോർമലി പറയുന്നതാണ്, വേറെ എന്തോ ഒരു അപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്. ചിലർ ഞാൻ തന്നെ വീഡിയോ ഇടുമ്പോൾ ഇത് ഇങ്ങനെയല്ലോ പറയാ, അങ്ങനെയൊക്കെ പറയുന്നത് കാണാം കമന്റിലിട്ടാ. അപ്പൊ അതെന്താ വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കും. നമ്മൾ പറഞ്ഞ് ശീലിച്ചതല്ലേ നമ്മൾ പറയാ. അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നു പറഞ്ഞ് വാശി പിടിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, ഇപ്പൊ നിങ്ങൾ ഇടിയപ്പം എന്നൊക്കെ പറയുമ്പോൾ ഇടിയപ്പം എന്ന് പറയരുത്, നൂൽപുട്ട് എന്നാണ് പറയാ. നിങ്ങൾ നൂൽപുട്ട് എന്ന് പറഞ്ഞത് ശരിയാവില്ലല്ലോ. അപ്പൊ ഞാൻ തൃശ്ശൂരാണ്. അപ്പൊ കുറേ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഓരോ കാര്യത്തിൽ ഓരോന്ന് പറയണേല്. അപ്പൊ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളത് മാറ്റി പറയുന്നു പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ച് വളർന്ന് സംസാര രീതി മാറ്റി പറയുന്നു പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമല്ലേ. അപ്പൊ അങ്ങനെ എന്തെല്ലാം ആവട്ടെ. അപ്പൊ നിങ്ങൾ പറയും നൂൽപുട്ടാണോ ഇടിയപ്പാണോ നൂലപ്പാണോ എന്തപ്പാണ് നിങ്ങൾ പറയാന്നുള്ളത്. ഞങ്ങൾ കുളിച്ചിട്ട് വരാം അല്ലേ? എന്തായിരിക്കും അതില് നോക്കി പറ, ഇവിടുന്ന് നോക്കി പറയണം. മുട്ടക്കറി. പിന്നെ ഇതെന്താ? ചേച്ചിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ദോശ, പിന്നെ മുട്ടക്കറി, എല്ലാതും ഇഷ്ടം. അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലാത്തൊന്നുമില്ല അല്ലേ? എന്താ ഇഷ്ടമില്ലാത്തത്? പുട്ട് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് എപ്പോഴും പുട്ട് വെച്ച് കൊടുത്തിട്ട് ഇപ്പൊ പുട്ട് ഇഷ്ടമല്ലാട്ടോ അവര്. പിന്നെന്താ ഇഷ്ടമില്ലാത്തത്? അത് കണ്ണി കഴിക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ വേറെന്താ ഇഷ്ടമില്ലാത്തത്? ഇഡ്ലി, ദോശ, നൂൽപുട്ട്, ഉപ്പുമാവ് ഇഷ്ടമല്ലല്ലോ. അപ്പൊ എന്താ പറയാത്തത്? പറയണ്ടേ. അപ്പൊ തേജുവിന് നൂൽപുട്ടും പുട്ടാണ് ഇത്തിരി ഇഷ്ടക്കുറവുള്ളത് കേട്ടോ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അല്ല സോറി, പുട്ടും ഉപ്പുമാവും അല്ലേ. അപ്പൊ കുളിച്ചിട്ട് വരാൻ പറയും. നീ ഊതണ്ട, കുളിച്ചിട്ട് വരാൻ പറയും. എന്റെ കുളി കഴിഞ്ഞു കേട്ടാ, കമ്മലിട്ടു. പിന്നെ ഇനി വിൻചാന്റെ കുളി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വിൻചാട്ട് എക്സസൈസ് എടുക്കാണ്, തേജ് കുളിക്കുന്നുണ്ട്. ഇനി ഉച്ചത്തേക്ക് ഉണ്ടല്ലോ ചോറിന് ഇതാക്കിയിട്ടുണ്ട്. ഞാന് മുരിങ്ങയിലക്കറി വെക്കാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ സുധ ചേച്ചിയുടെ അവിടെ നിന്ന് മുരിങ്ങയുടെ ഇല പൊട്ടിക്കണം. അപ്പൊ ഇനി അതും കൂടി ഉണ്ട്. വിൻചാട്ടെ വാ, വിൻചാട്ടനോട് വീഡിയോ എടുപ്പിക്കണം. വിൻചാട്ടൻ വീട്ടിലുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ വിൻചാട്ടനെ കൊണ്ട് കേട്ടോ പരമാവധി എടുപ്പിക്കാറ്. അപ്പൊ അതാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ വിൻചാട്ടൻ ചോദിക്കണേ ഞാൻ ഇല്ലെങ്കിൽ നീ എങ്ങനെ വീഡിയോ എടുക്കുക എന്നിട്ട് ചോദിക്കണത്. വിൻചാട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ട്രൈപോഡ് വെച്ചെടുക്കും. പക്ഷെ ട്രൈപോഡ് വെച്ചെടുക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാലേ നമ്മൾ ഈ ട്രൈപോഡിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് അതുവരെ നടന്നു പോയി എടുത്ത് തിരിച്ച് വരുമ്പോഴേക്കും കുറേ ടൈം അവിടെ പോവും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ എത്തണ വരെയുള്ള വിഷ്വലൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഇങ്ങനെ പൊട്ടിക്കണതൊക്കെ ജസ്റ്റ് മതിയല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വിൻചാട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് വിൻചാട്ടയിൽ കൊടുക്കുമ്പോൾ വിൻചാട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തോളും. കുറേ നേരം എടുക്കില്ല. മറ്റേത് ഞാനിതൊക്കെ പൊട്ടിച്ചിങ്ങോട്ട് വരണ വരെ എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അല്ലറ ചില്ലറ ഒരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ എടുത്തു തരാണ്ടെങ്കിൽ നല്ല സുഖമായിട്ടോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കാണ്ട് ചിലപ്പോൾ പൊട്ടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരും. വന്ന് നോക്കുമ്പോൾ ക്യാമറ ഓൺ ആവില്ല. അങ്ങനെ എത്രയോ ക്ലിപ്പ് എനിക്ക് മിസ്സായിട്ടുണ്ട് എന്നറിയോ. അപ്പോൾ അങ്ങനെയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിൻചാട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അടുപ്പിക്കൂട്ടാ. എന്റെ ചെരുപ്പ് എടുത്തിട്ട് അവിടെ വിലസുക ഇടണം. എന്റെ ചെരുപ്പ് അത് ഓടിക്ക് തണുക്കാണ്. ഇപ്പൊ ഞാൻ കൊടുത്ത മാല ഊരിനില്ലേ ഉണ്ടോ കഴുത്തിലിട്ട്? ഞാൻ കൊടുത്ത മാല പൂരണേ ഇല്ല. സൂപ്പറാണ്. അതാണ് അതിനെ പറഞ്ഞത്. എന്റെ മാല എടുത്തോ ചേട്ടാ. അവള് പറഞ്ഞു ഊരി മേടിച്ചോട്ടോ മാല. ഞാൻ ഇതുവരെ ഇത്രയും ദിവസം താലി ഇടാണ്ട് നടന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 6-7 ദിവസം ഞാൻ താലി ഇടാണ്ട് നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നടക്കുന്നത് താലി ഇടാണ്ട്. അപ്പോൾ അതെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇനി എന്താ വെച്ചാൽ നമ്മുടെ താലിമാല ഇടാനായിട്ട് ഇങ്ങനെ കുഞ്ഞൊരു മാല ഇല്ലേ, ഭയങ്കര നൈസായിട്ടുള്ള മാല, അങ്ങനത്തെ ഒരു കുഞ്ഞ മാല വാങ്ങിയിട്ട് താലി അതുമ്പോൾ ഇടണമെന്നുണ്ട്. അത്ര വലുതല്ല, പക്ഷെ ഇങ്ങനത്തെ ഇടണ്ട ചെറുതൊരെണ്ണം ഇടുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മാല വിൻചാട്ടിന് കൊടുക്കാമല്ലോ. അങ്ങനെ ഇത് ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കുകയാണേ. തേജ് ആണെങ്കിൽ ഇതേ ടി വി കണ്ടിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനുള്ളത് എടുത്തിട്ടുണ്ട്. അവന് പിന്നെ നൂൽപ്പെട്ടിലേക്ക് എന്ത് കറിയിലും ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ തേങ്ങാപ്പാലായിക്കോട്ടെ അത് ഇഷ്ടമാണ്. ഞാൻ സ്റ്റൂ കറി വയ്ക്കാച്ചാൽ അത് ഇഷ്ടമാണ്. പിന്നെ മുട്ടക്കറി വയ്ക്കുകയാണെങ്കിൽ അത് ഇഷ്ടമാണ്. എന്ത് വെച്ചാലും ഇഷ്ടമാണ് നൂൽപ്പെട്ടിലേക്ക് ഇട്ടാം. അങ്ങനെ അവിടെ ഇരുന്നു. ഞാനും വിൻചാട്ടിനും ഇതേ മേശാൻ ഇരുന്നിട്ട് കഴിക്കാൻ നോക്കുക കേട്ടോ.
അപ്പോൾ വിൻഷാട്ട് ഇന്ന് കുറി തൊട്ടിട്ടുണ്ട്. പക്ഷെ കുറി ഗോപിപ്പൊട്ട് തൊട്ട പോലെ ആയിട്ടാ തൊട്ടേക്കണം. അപ്പം ഞാൻ അത് പറഞ്ഞ കളിയേക്കണത്. ഞാൻ മാലൂരിയില്ലേ, അതിൻ്റെ ഡയലോഗുകളും ഉണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണത്. അപ്പോൾ വിൻഷാട്ടിന് നൂൽപ്പെട്ട് വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കാണ്ടിരിക്കില്ല. മുട്ടക്കറി ഉണ്ടെങ്കിൽ എന്തായാലും കഴിക്കും കേട്ടോ. പക്ഷേ അതുപോലെ തേങ്ങാപ്പാൽ ഇഷ്ടമാണ്, മറ്റേ ബാജിക്കറിയൊക്കെ വെച്ചാൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഉള്ള കാരണം അതും കൂട്ടി കഴിച്ചിട്ടുണ്ട്. മുട്ട പിന്നെ കുറവുള്ളൂ, 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ നടു പൊളിച്ചിട്ടാട്ടോ ആക്കിയിട്ടേക്കണത്. പിന്നെ ഞാൻ ഉച്ചത്തേക്ക് നമ്മുടെ മുരിങ്ങലക്കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്കുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയും അത് തേജും മിൻചാട്ടനും കൂടി നന്നാക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ നന്നാക്കി തുടങ്ങുമ്പോൾ തേജ് ഉണ്ടാവും, പക്ഷെ അവസാനത്തേക്ക് തേജ് ഉണ്ടാവില്ല കേട്ടോ. 2 ഉള്ളി നന്നാക്കി നൈസായിട്ട് സ്കൂട്ടാവേ. അങ്ങനെ പിന്നെ ഞാൻ ഫാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല ഉള്ളി നന്നാക്കുമ്പോൾ അത് തൊണ്ട് ഇങ്ങനെ പറന്നു പോകുമല്ലോ. അപ്പം എന്നാൽ ജനല തുറക്കാമെന്നും പറഞ്ഞിട്ട് അത് തുറക്കാൻ നോക്കുകയാണ്. നമ്മളങ്ങനെ റൂമിലത്തെയും ഹോളിലത്തെയും ഒന്നും ജനലുകൾ അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ തുറന്നിട്ടിട്ടില്ല, ക്ലീൻ ആക്കുമ്പോൾ മാത്രമേ തുറന്നിടാറുള്ളൂ. അപ്പോൾ വിൻഷായിട്ട് അത് തുറന്നിട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതേ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ പരിപ്പ് ഇട്ടിട്ടാട്ടെ വേവിക്കാറ്. പിന്നെ മുരിങ്ങയുടെ ഇല അത് എത്രയായിട്ട് എടുത്തിട്ടുള്ളൂ, ചിലപ്പോൾ ഇത്ര എടുക്കാറില്ല. ഞാൻ ഭയങ്കര കുറച്ച് മുരിങ്ങയുടെ ഇല എടുക്കാറുള്ളൂ. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ മുരിങ്ങയുടെ ഇല നന്നാക്കണം. അത് ഞാൻ തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് വിൻഷൻ്റെയിലും തേജുൻ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ ഹാള് മൊത്തം ഇലയും നാരും കൂടിയിട്ട് ഒരു വിധാക്കി തരും. പിന്നെ ഞാൻ കാണിച്ച ആ സംഭവമില്ലേ, അത് കുറേ പേര് ഇത് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിൽ നിന്നാണോന്ന്. ഞാനത് ഓൺലൈനിൽ നിന്നല്ല വാങ്ങിയേക്കണത്. ആണെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അതായിട്ട് ലിങ്ക് കൊടുക്കാത്തത്. എവിടുന്ന് വെച്ചാൽ നമുക്ക് പട്ടാമ്പി ഉണ്ടല്ലോ, പട്ടാമ്പി എന്താ പറയുക ഇങ്ങനെ മഹാമേള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ, ഇങ്ങനെ 199 എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം കിട്ടണത് അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറെ ടൈപ്പായിരുന്നു വാങ്ങാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇത് വാങ്ങിയിട്ടോ. ഇതിൽ നമുക്ക് അരി വെള്ളം വാർക്കാൻ വെക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ആ ഒരു ഹോള് കുറച്ച് വലിയ ടൈപ്പാണ്. അതുകൊണ്ട് ഞാനിതിൽ എല്ലാ അതുപോലെ ചിക്കൻ അതൊക്കെ വാരാനേ വെക്കുള്ളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അരി വാരാൻ വെക്കണ രീതിയിലുള്ളതാണ്. അതിനി കടയിൽ പോകുമ്പോൾ വാങ്ങണം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം അതേ എത്രയും നന്നാക്കി എടുത്തിട്ടുണ്ട്, ഇതിന് കഴുകണം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് എങ്ങനെയാണ് വെക്കുന്നത്. ഫസ്റ്റ് കണ്ടോ, അതേ പരിപ്പ് ഞാൻ നന്നാക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ നന്നായി വേവിച്ചെടുക്കും, ഉടച്ചതേ ഇങ്ങനെ കൊഴുകൊഴുന്നനാക്കി എടുക്കും കേട്ടോ. കറക്റ്റ് ഇതിങ്ങനെയൊക്കെ എടുക്കും. ഇനി ഇതിലേക്കാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുക. അതായത് വെള്ളം ഒഴിക്കണതിന് പകരം കഞ്ഞിവെള്ളം ഒഴിക്കും, ഉപ്പിടും. എന്നിട്ട് ഇത് ഈ ഇല ഇടും. ഇല ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഉള്ളിയും മുളകും മീൻസ് ഇതേ വെളുത്തുള്ളിയും നമ്മുടെ ചുവന്നുള്ളിയില്ലേ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അത് നന്നായി കുത്തി ചതച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നേരെ ആ മിക്സ് ഇതിലേക്ക് ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ വെക്കുക. അപ്പം ഞാൻ എന്തായാലും ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ. കഞ്ഞിവെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, കാരണം നല്ല കൊഴുകൊഴുന്നനെ കൊഴുപ്പ് ഇതിലായിട്ട് കിട്ടും. പച്ചവെള്ളം പോലെ കടിക്കില്ല, കുറച്ച് ഇങ്ങനെ കട്ടയായിട്ട് തന്നെ കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയായിട്ട് ഇഷ്ടം. പിന്നെ അതേ നമ്മുടെ എല്ലാ കഴുകി ഇടുന്നുണ്ട്. എനിക്കിന്ന് മാത്രമല്ല കേട്ടോ, വിൻഷാട്ടിനും ഭയങ്കര ഇഷ്ടമാട്ടോ. തേജുവിന് പിന്നെ ആദ്യം ഇലക്കറികൾ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പം കുറച്ച് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും ഇതിലിട്ടിട്ടാട്ടോ കുത്തി ചതച്ചെടുക്കുക. ഇത് ആ ചെറുള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചിട്ട് വെളിച്ചെണ്ണയിലാട്ടാ മൂപ്പിക്കണത്. കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ചിട്ട് മുളക് പൊടി നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ ഇഷ്ടം, കളർ എങ്ങനെയാണോ വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പച്ചമുളക് കീറിയിട്ട് വെക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനത്തെ ഇത് വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇതാകുമ്പോൾ ഒരു മസാല പോലെ ഒരു വേറെ ടേസ്റ്റ് വരും ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക, എന്തായാലും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാണ്. അതാണ് പറഞ്ഞത്. പിന്നെ ഇത് പറഞ്ഞ പോലെ വെറുതെ പരിപ്പും ഇതും വേവിച്ചിട്ട് അതിൽ പച്ചമുളക് കീറി വെളിച്ചെണ്ണ ഒറ്റിച്ച് അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്. അതിനൊരു വേറെ ടേസ്റ്റ്, പക്ഷെ ഇതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആട്ടോ ഈ ഒരു ഐറ്റം. ഉച്ചയ്ക്കുള്ളത് ഇതേ ചോറ് ഇവിടെ ചോറായിട്ടുണ്ട്. ഇതേ കറി ഇതേ നാളെ മുരിങ്ങലക്കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കമീനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനിത് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ അത് വറുത്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൊണ്ടിരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കി. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 1-2 മണിക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ കറി ആയിട്ടുണ്ട്, പിന്നെ മീനും വറുത്തിട്ടുണ്ട്, പിന്നെന്താ ചോറും അതന്നെ ഉള്ളൂ കേട്ടോ. വേറെ എക്സ്ട്രാ ഒന്നുമില്ല. മീൻ വറുത്തതും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ മുരിങ്ങലക്കറിയും അതുപോലെ തന്നെ ഉണക്കൽ വറുത്തത് കേട്ടോ, അടിപൊളി കോമ്പിനേഷനായി. ഇനി 2 എണ്ണം മതി നമുക്ക് ഉച്ചത്തേക്ക് ചോറിന് കേട്ടോ. അതിനതേ ചോറൊക്കെ വിളമ്പി സെറ്റാക്കി ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കണം. എനിക്ക് ഈ ഉണക്കൽ വറുക്കുമ്പോൾ അതിലേക്കുള്ള കോമ്പിനേഷൻ
എന്തൊക്കെയാണെന്നറിയോ ഇഷ്ടം? ഒന്ന് മുരിങ്ങല കറി, പിന്നെ സാമ്പാർ, പിന്നെ നമ്മുടെ മത്തങ്ങയല്ല വെള്ളരിക്കയും കുമ്പളങ്ങയ്ക്കില്ല, അതൊക്കെ ഇട്ടിട്ട് വെറുതെ പരിപ്പ് കറി വെക്കില്ലേ, അത് ഇഷ്ടമാണ്. പിന്നെ മെയിനായിട്ട് പുളി, എന്താ പറയുക, വറുത്ത പുളി എന്നൊക്കെ പറയില്ലേ, അതിവിടെ പാലക്കാട് സൈഡിലേക്കുള്ള ഒരു കറിയാണ് കേട്ടോ അത്, വറുത്ത പുളി എന്ന് പറയണത്. അത് ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഉണക്കമീനിലേക്ക്. ഉണക്കലെന്ന് പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനത്തെ മാന്തളാണ് കേട്ടോ, ഉണക്ക മാന്തള് പറയില്ല അത്. പിന്നെ സ്രാവ് എനിക്ക് വലിയ താല്പര്യം കിട്ടില്ല, കഴിക്കാണ്ടിരിക്കുന്നില്ല, പക്ഷെ താല്പര്യമില്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഭയങ്കര ഉപ്പ്, അതിനേക്കാളൊക്കെ അപേക്ഷിച്ച് അതിൽ ഭയങ്കര ഉപ്പാവാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാട്ടാ ചെയ്യാറ്. പിന്നെ മറ്റെന്താ പറയുക, മുള്ളൻ എന്ന് പറയില്ലേ, അതിലും മുള്ളു കൂടുതൽ കാരണം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പറയണ ഉണക്ക മാന്തള തന്നെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഇതേ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ധരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാ ഷോർട്ട് ഫിലിം അല്ലേ, മുത്തശ്ശി ഷോർട്ട് ഫിലിം കാണാനിരിക്കുകയാണ്. ഞാൻ എന്നും വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കും കണ്ടാലോന്ന്, പക്ഷെ എനിക്ക് തന്നെ ഇരുന്ന് കാണാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ വിൻഷാട്ടിനും തേജും ഉള്ളതുകൊണ്ട് ഞങ്ങളിത് ഫുള്ള് കർട്ടനൊക്കെ ഇട്ട് ഇരുട്ടാക്കിയിട്ട് ഞാൻ പടം കാണാൻ പോവുകയാണ്. അപ്പോൾ പടം കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇനി പറയാം. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. 2:30 ഒരു 3 മണി 3:15 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും പടം ഇരുന്ന് കാണട്ടെ. ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുക കേട്ടോ, എന്നിട്ടാണ് ഇരുന്ന് കാണണത്. വിഷമം എന്താ വെച്ചാൽ ഞാൻ പറയാറില്ല, ഇന്നിപ്പോൾ നല്ല വെയിലാട്ടോ. ഇന്ന് മഴ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. സൗണ്ട് കുറച്ച്. ഇന്ന് മഴ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ മഴ പെയ്യുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ വിചാരിക്കും തേജും ഇൻഷാറിനൊക്കെ ഉണ്ടെങ്കിലോ ഇവിടെ ഉണ്ടെങ്കിലോ എന്ന്. കാരണം മഴ പെയ്യുമ്പോൾ ഇവർ രണ്ടാളും ഉണ്ടാവണം, എന്നാലേ ഒരു ഇതുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ആകുമ്പോൾ എനിക്ക് പേടിയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു മഴ പെയ്താലും കുഴപ്പമില്ല, നമുക്ക് കാണേണ്ട രീതിയിൽ തുടങ്ങി പടം തുടങ്ങിയാൽ കാണട്ടെ. അപ്പോൾ പടം തുടങ്ങിയോണ്ടാട്ടോ ഞാൻ നിർത്തിയത്. ഞാനും തേജും ഞങ്ങൾ രണ്ടാളും ഇതുവരെ മുക്കിൽ മീൻസ് നമ്മൾ സോഫയിൽ, വിൻചേട്ടന് ഈ ഒരു വലിയ സോഫ എന്തായാലും വേണം ഫുള്ള് കിടക്കുകയാണെങ്കിൽ, ഞാനും തേജു വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലെ സോഫയിൽ കിടക്കുക. അപ്പോൾ എൻ്റെ മേത്ത് കയറിയിട്ടാട്ടോ തേജു കിടക്കുന്നത്. ഞങ്ങൾ പേടിച്ചിട്ടേ കിടക്കുന്നത്. ഒന്നാമത് നമ്മൾ ഈ ഹൊറർ മൂവി കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിട്ടാണ്. ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ഞാനും തേജു മുഖം പൊത്തിയിട്ടിരിക്കുള്ളൂ, പകുതി കണ്ണിങ്ങനെ തുറന്നിട്ടില്ല, അങ്ങനെയായിട്ട് ഞങ്ങൾ കാണാറ്. അപ്പോൾ ഇതേ പടം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടം തിയേറ്ററിൽ ഇറക്കാടുന്നില്ലേ എന്നായിരുന്നു. കാരണം ആ ഒരു തിയേറ്റർ ഫീൽ കിട്ടണമെങ്കിൽ ഒരു രസം അത് വേറെ തന്നെയാണ്. കാരണം എനിക്കായല്ലോ അതേട്ടോ, ഏത് ഫിലിം കാണുമ്പോഴും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ഒരു തിയേറ്റർ മൂവി ആയിട്ട് എടുക്കാൻ പറ്റിയത് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും എന്താ പറയുക, ഇതിനെന്താ വെബ് സീരീസോ അങ്ങനെ എന്തോ അല്ലേ, എപ്പിസോഡായിട്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ വൈകുന്നേരമായി ഒരു 5:30-5:45 ആകുമ്പോഴാട്ടെ നമ്മളെ എനിറ്റത്. ഒരു 2:30-3 മണിയാകുമ്പോൾ ഇരുന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പാട്ട് വെച്ചു, നമുക്ക് വിളക്ക് കൊളുത്തണമല്ലോ, കൊളുത്താൻ നോക്കണം. ഇത് ഇന്നലെ ചാർജ് ചെയ്യാൻ വെച്ചതാട്ടോ വണ്ടി ചാർജ് ആയിക്കണം. അപ്പം ഇന്ന് തേജ് ഇത് ഓടിക്കുന്നുണ്ടാവും മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ അപ്പോൾ ഇനി ഞാൻ മേല് കഴുകിയിട്ട് വിളക്ക് കൊളുത്താൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം മേല് കഴുകിയിട്ട് വരാം. ഫോണ് ചാർജ് ചെയ്യാനും കൂടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ബൈ. അങ്ങനെ ഇതേ മേലൊക്കെ കഴുകി വന്ന് ഇതേ വിളക്ക് കൊളുത്തുക കേട്ടോ. അപ്പോൾ വിളക്ക് ഇതേ ഞാൻ അവിടെ കുഞ്ഞി വിളക്ക് ഒരെണ്ണം കത്തിച്ച് വെക്കുന്നുണ്ട്, പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരെണ്ണം കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാളൊരു ദിവസം സന്ധ്യ നേരത്തെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് പറഞ്ഞ കാര്യം, വീഡിയോസൊക്കെ കാണും ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളതിനെ. പക്ഷെ ആൾ കമൻറ്റ് ഇടാറില്ല. എന്ന് വെച്ചാൽ അങ്ങനെ കമൻറ്റ് ഇടാറില്ല, പക്ഷെ ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരെങ്കിലും കമൻറ്റിൽ പറഞ്ഞു കണ്ട് അതിനൊക്കെ ലൈക്ക് കൊടുക്കാറുണ്ട് എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ആൾ സജസ്റ്റ് ചെയ്തൊരു കാര്യം കേട്ടോ, നമ്മൾ അകത്ത് വിളക്ക് കത്തിച്ച് വെച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു നിലവിളക്ക് നമ്മൾ വീടിൻ്റെ കയറി വരുമ്പോൾ അവിടെ എന്താ പറയുക, ഉമ്മർത്തിപ്പോൾ ഞാൻ കത്തിച്ചിട്ട് വെച്ചിട്ടില്ലേ, അതേപോലെ ഒന്ന് കത്തിച്ച് വെച്ചോളൂ. അത് ഒരു ഐശ്വര്യമാണ്. സന്ധ്യ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കയറി വരുമ്പോൾ വിളക്ക് ഇങ്ങനെ കത്തിച്ച് കാണുമ്പോൾ ഒരു വെളിച്ചല്ലേ, അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജി അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ. അതായത് ഒരു നെഗറ്റീവ് എനർജി എല്ലാം അവിടെ പോയി ഒരു പോസിറ്റിവിറ്റി തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആൾ പറഞ്ഞു തന്നെ. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ഇത് നമുക്ക് അത്രയും കാര്യമായിട്ട് ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി തൊട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ തൊട്ടിട്ട് നിലവിളക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരെണ്ണം വെക്കണത്. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വലിയ കാര്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതും ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ടല്ലേ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എനിക്കങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ പിന്നെ അതെനിക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ആ സാധനം ചെയ്യാൻ നോക്കും. കാരണം ചുമ്മാ അങ്ങനെ നിലവിളക്ക് കത്തിച്ചുകൂടെ അങ്ങനെ പറയാച്ചാൽ ഞാൻ അങ്ങനെ ഓക്കെ അങ്ങനെ വിടുള്ളൂ. പക്ഷെ അതിൻ്റെ കുറേ കാര്യങ്ങളും അതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് അറിയണ ഒരു ചേച്ചിയെ തോന്നണം കേട്ടോ അതിനെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസമായിട്ട്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനും ഈ ദൈവത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് അന്ധവിശ്വാസം, ഓവറായിട്ടുള്ള വിശ്വാസം അങ്ങനെയല്ല.
നോർമലി താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന ആളാട്ടെ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അത് ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എന്നും നിലവിളക്കും കൂടിയും അവിടെ ഫ്രണ്ടിൽ കത്തിച്ച് വെക്കാറുണ്ട്. പിന്നെ നമ്മൾ നോർമലി കത്തിക്കൂലോ, അവിടെയും കൂടിയും കത്തിക്കുന്നുണ്ട്. നമ്മളിവിടെ എങ്ങനെയാ വെച്ചാൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അകത്തിരിക്കൽ കുറവാട്ടോ. നിങ്ങൾ ഹാളിലിരിക്കും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഹാളിലിരിക്കും. ഞാൻ എന്ത് ചോദിച്ചാണെങ്കിൽ പരമാവധി ഉമ്മർത്തന്നെയായിട്ട് ഇരിക്കാറ്. മഴയൊക്കെ പെയ്യണമെങ്കിലായിട്ട് ഹാളിലിരിക്കുള്ളൂ. അപ്പോൾ വിൻഷായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കൂട്ടോ കുറേ നേരം. പിന്നെ തേജു ഇതേ എന്താ പറയുക വണ്ടി ഓടിക്കുകയാണ്. പിന്നെ വിൻഷേട്ടൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വീഡിയോസാണ് ഈ കാണണത്. അതായത് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വരില്ലേ, അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനിടാനും സമയമില്ലെങ്കിലും കൂടിയിട്ടുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിടന്നിട്ടും എന്തെന്നൊക്കെ വീഡിയോ എടുക്കണമെന്നറിയോ, വീടിൻ്റെ വീഡിയോയാണ് കേട്ടോ എടുക്കണത്. അടിയിൽ കൂടെ ഒക്കെ കിടന്നിട്ട് നിങ്ങളിത് കാണുന്നുണ്ടോ? വിൻഷേട്ടൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടാട്ടോ. അതിൻ്റെ എനിക്ക് കാണണത് കെട്ടിന്നിട്ടൊക്കെ കിടന്നിട്ടാ വ്ളോഗ് എടുക്കണത്. നോക്കി ചെയ്യണത് ഉദ്ദേശം എന്തുദ്ദേശം മോന്റെ? ഞാൻ പത്ര വലിയ വ്ളോഗറൊന്നും അല്ലല്ലോ. കിടന്നിട്ട് വീഡിയോ എടുത്തൊന്ന് വീഡിയോ കാണിച്ചു തന്നെ നോട്ടെ. എടുത്ത വീഡിയോ ഇട്ടിട്ട് എന്തുദ്ദേശിച്ച് നോക്കാനാ? ഇത് കിടന്നിട്ട് എടുത്തതാ. പൊന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. തിരിഞ്ഞു പോണോ ക്യാമറ തിരിഞ്ഞു പോണോ? എനിക്കൊന്നും അങ്ങനെ എടുത്തു തരാൻ പറ്റില്ല. ഇത് ഞാനല്ലേ സ്കൈ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വിൻഷേട്ടന്റെ ഇനി ഇങ്ങോട്ട് വിൻഷേട്ടന്റെ നാളുകൾ യൂട്യൂബിൽ സ്കൈ ഉണ്ടോ? തിരിയണോ? ഉണ്ടോ? നീ ഗേറ്റ് നേരെ ഓപ്പോസിറ്റ് ഗേറ്റ് ഉണ്ടോ? ഗൈസ് നിങ്ങളെല്ലാവരും ഇത് കാണണം കേട്ടോ. ഇൻഷാന്റെ ചാനല്, ആ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. VS Family 2.0. അതിന് VS Family വേണ്ട. പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട്. അയ്യോ, അപ്പൊ എന്തായാലും ഗൈസ് ഇൻഷാട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. കമന്റാണ് വേണ്ടത് ഇൻഷാട്ടിന് അല്ലേ? ഇത്രയും ക്രിയേറ്റിവിറ്റിയിൽ വീഡിയോസ് എടുക്കുമ്പോ അല്ലേ, ഇത്രയും സിൻസിയർ ആയിട്ട്. പിന്നെ അല്ല, സീരിയസ്ലി ഇത്രയും സിൻസിയർ ആയിട്ട് വീഡിയോ എടുക്കുമ്പോ അതിനനുസരിച്ചിട്ട് സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. ഇത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ നിലത്തൊക്കെ കിടന്നിട്ട് ഓരോ വീഡിയോ എടുക്കണത്. അപ്പൊ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പാവണ്ട് വിൻഷേട്ടാണ് അല്ലേ നോക്കുന്നു. ഞാൻ ഗ്രൂപ്പിലിട്ടേ ചിത്തിട്ടേടൻ ചോദിക്കാത്ത എന്താ വെയ്യ ഇങ്ങനെ. അപ്പൊ ഗൈസ് വിൻഷേട്ടനെ മസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ ഇടുക കേട്ടോ. ഇനി ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ പറയരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിൻഷേട്ടൻ്റെ ഈ വീഡിയോയിൽ വിൻഷേട്ടൻ കമന്റ് ചെയ്യും. അപ്പൊ അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ വിൻഷേട്ടൻ്റെ ചാനല്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് വിൻഷേട്ടൻ യൂട്യൂബ് ഭരിക്കട്ടെ. ഇപ്പൊ സമയം ഏകദേശം പറയാച്ചുണ്ടല്ലോ 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇരുട്ടാവണില്ല, അതാണ് പ്രത്യേകത. അത് ഇനി എന്താ പറയാ ഏത് സമയം അത് ഓണം കഴിഞ്ഞിട്ടൊക്കെ തോന്നണു അല്ലേ, ഒരു 6 മണി നമ്മളേക്ക് ഇരുട്ടായി തുടങ്ങും. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ 7 മണി 7:15 ആകുമ്പോഴാണ് ഇരുട്ടായി തുടങ്ങുക തന്നെ. 8 മണിക്കാവുമ്പോഴായിരിക്കും കൂരി ഇരുട്ടാവുക കേട്ടോ. ഈ ഒരു സമയത്തൊന്നും ഒട്ടും എന്താ പറയാ വെളിച്ചായിരിക്കും. രാവിലെ ആണെങ്കിൽ എന്താ പ്രത്യേകത വെച്ചാൽ 5:15 കഴിയുമ്പോഴേക്കും നേരം വെളുത്ത് തുടങ്ങും. അങ്ങനത്തെ ഒരു ഇതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ക്ലൈമറ്റ്. അതായത് നേരം വേഗം വെളുക്കണോണ്ട് തന്നെ നമുക്ക് രാവിലെ എണീക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ 6 മണിയായാലും നേരം വെളുക്കാത്തൊരു ടൈം വരും. അപ്പം അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, നമുക്ക് എണീക്കാൻ തോന്നില്ല, ഇരുട്ടായിട്ട് തന്നെ നിൽക്കല്ലേ. അങ്ങനെ ഒരു ടൈം ഉണ്ട് കേട്ടോ. അങ്ങനെ അതായത് എനിക്ക് തോന്നണു നമ്മുടെ ഏകാദശിയുടെ ഒരു സമയത്തൊക്കെ തോന്നണു 6 മണിയായാലും ഇരുട്ട് ആയിട്ട് നിൽക്കണ ഒരു ടൈം. എന്താ വിൻഷേട്ടാ ഒരു ക്യാച്ച് അറിയില്ല, കുട്ടിത്ര നന്നായിട്ട് ബാറ്റ് ചെയ്യും പോലെ. തേജിയോ ആ മോന്തൊന്ന് നോക്കട്ടെ, ബാറ്റ് ചെയ്തത് മോന്ത നോക്കട്ടെ. ബോള് സുധേച്ചയുടെ പറമ്പിക്ക് പോയി. രണ്ടാളും കൂടി ചെന്നെടുത്തോ, പതുക്കെ നോക്കി ചാട്. കേറണ്ടേ? കേറാൻ പറ്റുമോ? മതില് പൊളിയരുത് കേട്ടോ. അയ്യോ 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 അയ്യോ. ഓ എന്റെ തേജു, നീ ഇങ്ങനൊക്കെ ബാറ്റ് ചെയ്താ അച്ഛനെ കൊണ്ട് താങ്ങില്ല കേട്ടോ. അതൊന്നും അച്ഛൻ പ്രായമായി വരിക കേട്ടോ. തേജുവിനെ അങ്ങോട്ട് പൊലിവായി. ഒരു മിനിറ്റ് ഈ പിൻചാണ്ടയിൽ എടുക്കണ്ട. നിനക്കിതിപ്പോ ഇവിടെ നിൽക്കാൻ നിലക്കാല. ഗൈസ് കണ്ടോ,
ഇതെന്താ ഔട്ടാ? ബാറ്റ് കൊടുത്തിട്ടുള്ള കളി ഇല്ല. ഔട്ടായിട്ട് ബാറ്റ് കൊടുക്കാത്ത ഔട്ടായി. പിന്നെ ഇപ്പൊ എന്താ അച്ഛൻ ക്യാച്ച് ചെയ്തില്ലല്ലോ. അയ്യേ പോയി. ചേട്ടൻ ഇന്ന് ചീത്തയേക്കാളത് എല്ലാവരുടെയും നിന്ന് മതിൽ ചാടിയിട്ടോ. തേജാണെങ്കിൽ എല്ലാ ഷോട്ടും അപ്പുറത്തേക്കും പറമ്പിലേക്ക് അടിക്കണത്. എടാ അതിന് ഗ്രൗണ്ടിലാണ് കളിക്കുക ക്രിക്കറ്റ്, വീട്ടിലല്ല. പോയില്ലേ? ഇങ്ങടാണ് ആ കുഞ്ഞെ മാവിന്റെ നേരെ ചോടക്ക വീണേക്കണ്. ഗൈസ് അവിടെ സ്റ്റെക്കായിട്ടോ ചേട്ടൻ. തേജ് സ്റ്റെക്കായില്ലോടെ. തേജ് നൈസായിട്ട് സ്കൂട്ടായി. എന്താ മോനെ നമുക്ക് അങ്ങടുതല്ല. ആ ആ ആ ചേട്ടാ കമ്പി ഇളകണോ? ഇതാ പറഞ്ഞു തേരട്ടകളുണ്ട് ഇവിടെ കൊറേ. അതെയാ നോക്ക് ഗൈസ്. നിങ്ങളുടെ അവിടെ ഇതിനെ എന്താ പറയാ? ക്ലിയർ പോയില്ലോ. നമ്മളിവിടെ ഇതിനെ തേരട്ടാന്നാണ് പറയാ കേട്ടോ. തേരട്ട. തേജ് ഇതിനെ ചേരാന്നാണ് പറയാ. ഇവിടെ അപ്പുറത്ത് ഇങ്ങനത്തെ പറമ്പായക്കാരനെ തണവടിച്ചിട്ടാ തോന്നുന്നു കൊറേ എണ്ണം ഉണ്ടാവും. ഞാൻ ചെറുപ്പത്തെ ഗൈസ് കണ്ടു. തേജ് ബാറ്റ് കൊടുക്കില്ല ആർക്കും. അച്ഛന്റെ ക്യാച്ച് ചെയ്യാത്ത കുട്ടിയുടെ കുറ്റാണോ? സ്കൈ നോക്ക് എന്ത് രസമാണ്. ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതേ 8 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു നേരത്താണ് വിൻഷേട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് റെഡിയാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ലാഗായിട്ടാണ് വിൻഷേട്ടൻ ഫസ്റ്റ് കുറച്ച് സൗണ്ട് കുറവൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇതേ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതേ അത് കേട്ടിട്ട് ഇരിക്കുകയാണ്. വിൻഷേട്ടന്റെ സൗണ്ട് കേട്ടിട്ട് എന്നെ ചിരി വരിക എന്നും പറഞ്ഞിട്ടായിട്ടിരിക്കണത്. പിന്നെ കുറച്ച് കട്ട് ചെയ്യാൻ വിൻഷേട്ടന് എപ്പോഴും ഡൗട്ട് ഉള്ളത് കട്ട് ചെയ്യണതാട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കും എഡിറ്റ് ചെയ്യാനൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു ഫ്ലോയില് ചെയ്ത് പഠിച്ചതാ. സ്റ്റാർട്ടിങ്ങത്തൊക്കെ എൻ്റെ വീഡിയോസ് കണ്ട എൻ്റെ അമ്മോ എനിക്ക് എന്നെ എന്തോ പോലെ തോന്നി. അങ്ങനെ ഞാൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരെ ഇപ്പോഴും അതെൻ്റെ എഡിറ്റിങ്ങിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഗൈസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മളുണ്ടല്ലോ ഇപ്പൊ ഒന്ന് പുറത്തേക്ക് പോവാണ്. പട്ടാമ്പി പോവാണ്. എടുത്തോ ഇൻചേട്ടാ ഷോർട്സ് എടുക്ക്. ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ. ഇൻചേട്ടാ ഷോർട്സ് എടുക്കപ്പോ ഇപ്പൊ കുത്തു പറഞ്ഞു. അപ്പൊ ഗൈസ് നമ്മള് പോവാണ് കേട്ടോ. എങ്ങോട്ടാന്നറിയോ? പട്ടാമ്പിക്ക്. സത്യം പറഞ്ഞ ഇന്ന് ഫുള്ള് വെയിലായ കാരണം തന്നെ ഒരു മഴയുടെ ഒരു ലക്ഷണം ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് എങ്ങോട്ടാ പോയത്. പിന്നെ സുധേച്ചർ അവിടെ വണ്ടി കയറ്റിയിട്ടില്ല. ഇനി അത് വീണ്ടും തുറന്നിങ്ങോട്ട് എടുത്ത് അവിടെ ഇടുക പറയുമ്പോൾ അത് ബുദ്ധിമുട്ടും. പിന്നെ നമ്മൾ വരുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് ഇടുന്നാലോ. അപ്പം ഞങ്ങൾ വണ്ടി എടുക്കാൻ നിന്നില്ല കേട്ടാ. നമ്മുടെ തേജുവിൻ്റെ ജീപ്പ് നേരം ഉള്ളിക്ക് കയറ്റിയിട്ടു. ഇനി അഥവാ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാവണ്ടാച്ചിട്ട് അത് നമ്മൾ പട്ടാമ്പി എത്തിയിട്ട് വല്ല സ്നാക്സ് പോലെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കാൻ വെച്ചിട്ടായിട്ട് ഇരിക്കണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഇതാണ് കേട്ടോ. വീക്കിലി ഇങ്ങനെ ഈ ഒരു പുറത്തേക്ക് വരവ് അത് എന്നും വിരച്ച് അത്രയും സന്തോഷം കേട്ടോ. വെറുതെ ഞാൻ പറയില്ല ഒന്നും വേണ്ട, നമുക്ക് വെറുതെ പട്ടാമ്പിന്ന് കറങ്ങിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യുക ഫിലിം കാണാനാട്ടോ. പുതിയ പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണുക ഭയങ്കര രസമായിട്ട്. അതായത് എന്താ പറയുക, ഒരു നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് എന്ന് തന്നെ പറയാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഉള്ളിൽ വിഷമവും അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അതൊന്നൊക്കെ റിലീഫ് ആവാനുള്ള ഏറ്റവും വലിയൊരു മെഡിസിൻ ആട്ടോ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു പുറത്തേക്ക് പോക്ക്. പ്രത്യേകിച്ച് വൈകുന്നേരത്ത് ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കൊന്നും പുറത്തേക്ക് പോകാൻ ഇഷ്ടമല്ല. കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങാനായിട്ടാ. അങ്ങനെ അപ്പം ഞങ്ങൾ സാൻഡ്വിച്ച് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും മിൻഷാട്ടിനും തേജുവിനും ബർഗർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതാണെന്ന് കൂടുതൽ ഇഷ്ടം.
പിന്നെ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് വേണ്ട, സാൻഡ്വിച്ച് കഴിക്കാൻ പറഞ്ഞു. എനിക്കിങ്ങനെ സ്നാക്സ് ഐറ്റംസിൽ പുറത്തേക്ക് വന്ന് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളതാട്ടോ ഈ നമ്മുടെ സാൻഡ്വിച്ചും അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസും കേട്ടോ. വിൻഷാട്ടിന് ഇഷ്ടം ഞാൻ എപ്പോഴും പറയാറില്ല, ഷവർമോടാട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മൊജിറ്റോ പറഞ്ഞു, തേജു ഒരു നോർമൽ ലൈമ് പറഞ്ഞു, വിൻഷാട്ടൻ പിന്നെന്താ അവക്കാഡോ സ്മൂത്തിയോ അങ്ങനെ എന്തോട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിലിമൊന്നും നല്ല റിവ്യൂ കാണാത്തതുകൊണ്ടാട്ടോ ഫിലിമിന് കയറാഞ്ഞ്. പടങ്ങൾ ഓടുന്നുണ്ട് തിയേറ്ററിൽ, പക്ഷെ നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല കേട്ടോ, നല്ല ഒരു റിവ്യൂ തോന്നിയില്ല. അപ്പോൾ പിന്നെ കയറണ്ട, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഒന്ന് കറങ്ങി പോകാൻ വിചാരിച്ച്. പിന്നെ ഈ ഒരു കുഞ്ഞി തോണിയില്ലേ, അത് നമുക്ക് ഈ ഷോപ്പത്തെ ഒരു ചേട്ടൻ നമ്മുടെ തേജുവിന് കൊടുത്തതാട്ടോ, വന്നിട്ട് ഇത് വെച്ചോന്നും പറഞ്ഞിട്ട്. അതായത് എന്തിൻ്റെ ഒരു ബില്ലിൻ്റെ എന്തോ ആണ്, അതുകൊണ്ട് ഇതൊരു കുഞ്ഞി തോണിയിട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആള് വന്നിട്ട് തേജുവിൻ്റെ അടുത്തത് കൊടുത്തത്, നീ എടുത്തോട്ടാന്നും പറഞ്ഞിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല നീറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ നമ്മുടെ ആ ബാക്കിൽ ആ പാൻറ് ഇട്ട് നിൽക്കുന്ന ചേട്ടല്ലേ, ഇൻസൈഡ് ചെയ്തിട്ട് ആ ഏട്ടൻ കൊടുത്തതാട്ടത്. എന്നാൽ തേജു അതും പിടിച്ച്. പിന്നെ നമ്മളിതേ വീട്ടിലേക്ക് പോകാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം അതാട്ടോ, അതായത് എനിക്ക് ഞാൻ വെച്ചാൽ ഇതൊന്നും ഒട്ടും ഒരു ആർഭാടമായി കാണരുത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ. നിങ്ങളായാലും അതെ, ഇപ്പം നമ്മുടെ മക്കൾക്കായാലും അവർക്കും ഒരു സന്തോഷം കിട്ടും ഇങ്ങനെയുള്ള കുറച്ച് സമയങ്ങളായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, ജോലിക്ക് പോവുക, ആ ഒരു റുട്ടീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണൊക്കെ ഏറ്റവും ബെറ്റർ. വീക്കിലി എന്നും വേണമെന്നല്ല, വീക്കിലി ഒറ്റ തവണ ഒരു നേരമെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഔട്ടിങ്ങിന് ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു നല്ല രസമാട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ആഫ്രിക്കൻ ഒച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ 2 ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മഴക്കാലമായി കഴിഞ്ഞാൽ വരും, ഈ കുഞ്ഞി തേരട്ടകളും പിന്നെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ. അമ്മോ, എനിക്കാണിങ്ങനെ കണ്ടങ്ങനെ അറച്ചറച്ച് നിൽക്കൂട്ടോ. ഉപ്പിട്ടിട്ട് തന്നെയായിട്ടാണ് നമ്മൾ കൊല്ലുക, എന്നാൽ എത്ര ഉപ്പിട്ട് കൊന്നാലും 1-2 വീണ്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒരു 99%, 99 അല്ല, ഒരു 95% ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. ഒരു വീക്കിലി ഒരു തവണയൊക്കെ ഒന്ന് പുറത്തു പോയി പിള്ളേരായിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ ഓരോരുത്തരുടെ സാഹചര്യമാണല്ലോ നമുക്ക് അങ്ങനെ ആവുക. ഞങ്ങളായാലും ഇപ്പോൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഒരു ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകണത്. അതിൽ ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ തേജുനായാലും അവൻ്റെതായ രീതിയിൽ ചെറിയ രീതിക്കെങ്കിലും ഹാപ്പിയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. അത് ഞങ്ങൾക്ക് ഒരു പതിവ് വെച്ചാൽ വിൻഷാട്ടൻ വീട്ടിലിങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ അങ്ങനെയൊക്കെയല്ല ഉണ്ടാവുക, ലീവ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വിൻഷാട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ രാവിലെ തൊട്ടേ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഇതിൽ ഒരു നേരം ഒന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പം നല്ല ഫിലിമൊന്നും ഇല്ല, അപ്പം നമുക്ക് നല്ല റിവ്യൂ ഒന്നും കണ്ടില്ല. അപ്പം എന്നാൽ വെറുതെ ഒന്നിങ്ങനെ ഏതാ ഞങ്ങൾ മുത്തശ്ശി ഇവിടെ ഇരുന്ന് കണ്ടൂല. അപ്പോൾ പിന്നെ ഫിലിം ഞാൻ ഒരു സീരീസും കൂടി കാണാൻ കേട്ടോ ഞങ്ങക്ക്. അതിപ്പോ കണ്ടാലോ, നമ്മളൊപ്പം പറഞ്ഞു ടോസിന്, നമ്മളൊപ്പം പറഞ്ഞു ഇങ്ങടോ തലയിൽ തട്ടുന്നുണ്ട്, ഇതെന്തെങ്ങനെ മുടിച്ചിരിച്ചേക്കണ്. അപ്പോൾ അത് കാണാട്ടോ. അമ്മ ഒന്ന് ഡ്രസ്സൊക്കെ മാറി നോക്കുന്ന കഴിയട്ടെ. അപ്പം ഞങ്ങൾ പോയി വന്നു, ഇനി ഫുഡ് കഴിച്ചു, ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കിടന്നുറങ്ങും. അതിന് മുന്നേ നമുക്ക് സീരീസ് കൂടുതൽ കാണാം അല്ലേ. നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ, അതാ പറഞ്ഞു തരുന്നത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലേ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ, ടാറ്റാ. പിന്നെ തേജുവിന്റെ പേര് ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട്. തേജുവിന്റെ ശരിക്കുള്ള പേരെന്താണ്? ദേവിക് എന്നാണ് നമ്മുടെ തേജുവിന്റെ ശരിക്കുള്ള പേര്. അപ്പൊ അതിന്റെ പേരാണ് ടാറ്റ.